Welcome to I Plus Training Solution. ഇന്ന് നമ്മൾ MCQ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇത് ബിടെക്കിൽ നമ്മൾ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്കവാറും ഉള്ള സിലബസിൽ ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. മാസ് ട്രാൻസ്ഫറിൽ നിന്ന് സിലബസ് ഇൻക്ലൂഡ് ചെയ്യാറില്ല. അപ്പോൾ കഴിഞ്ഞ ഈ സിലബസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫറിലെ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്: കണ്ടക്ഷൻ, കൺവേർഷൻ, റേഡിയേഷൻ. അപ്പോൾ ഇത് മൂന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള MCQs ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയാമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു ഏത് ലോ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ക്രിച്ചോഫ്സ് ലോ. അപ്പം ഏത് ലോ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? അപ്പോൾ അറിയാമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട 0th ലോ പറയുന്നത് തെർമൽ ഇക്വിലിബ്രിയത്തെ പറ്റിയാണ് പറയുന്നത്. 0th ലോ എന്താ പറ്റിയാ പറയുന്നത്? തെർമൽ ഇക്വിലിബ്രിയം. ഇനി ഫസ്റ്റ് ലോ പറയുന്നെങ്കിൽ ഫസ്റ്റ് ലോ അവിടെ എനർജിയെ പറ്റിയാണ് പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. അതൊരു ക്ലോസ് സിസ്റ്റം ആകുമ്പോൾ നമ്മൾ അവിടെ തെർമോഡൈനാമിക്സിൽ പഠിച്ചായിരുന്നു, ഇന്റേണൽ എനർജിയെ പറ്റിയാണ് പറയുന്നത് എന്ന് പറഞ്ഞായിരുന്നു. ഇനി സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ലോ എന്തിനെ പറ്റിയാണ് പറയുന്നത് വെച്ചാൽ എൻട്രോപ്പിയെ പറ്റിയാണ്. പക്ഷെ നമ്മൾ സെക്കൻഡ് ലോ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ലോയിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതേപോലെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഒരിക്കലും ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലോട്ട് പോകത്തില്ല. പോകണമെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് വേണം. അല്ലെങ്കിൽ ഒരു ഹീറ്റ് എഞ്ചിൻ എടുക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലോട്ട് വരികയാണെങ്കിൽ എന്താ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തെർമോഡൈനാമിക്സിന്റെ ഏത് ലോ എന്ന് ചോദിച്ചാൽ അതെന്താണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. പക്ഷെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനെ ഡിഫൈൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ അതെന്താണ്? എൻട്രോപ്പിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിരുന്നു. അപ്പൊ അറിയാന്നുള്ളത് ഇതേപോലെ ആൻസർ ചെയ്യുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓപ്ഷൻ എ, ഫ്രം വൺ പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി ടു അതർ പാർട്ടിക്കിൾ വിത്തൗട്ട് ദ ആക്ച്വൽ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. From one particle of the body to another by actual motion of heated particle. From a hot body to cold body in a straight line without affecting intervening medium. അപ്പം none of these ഇതിൽ ഏതാണ് ഓപ്ഷൻ ആണ്? അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ടക്ഷൻ, അതെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഓപ്ഷൻ എ. അപ്പൊ കണ്ടക്ഷൻ നടക്കാൻ കാരണം എന്ന് വെച്ചാൽ കണ്ടക്ഷൻ നടക്കാൻ കാരണം രണ്ട് കാരണമാണുള്ളത്. ഒന്ന് ഫ്രീ ഇലക്ട്രോൺസും അതുപോലെ ലാറ്റിക്സ് വൈബ്രേഷൻ, മോളിക്കുലർ ലാറ്റിസ് വൈബ്രേഷൻ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രം വൺ പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി ടു അനദർ പാർട്ടിക്കിൾ വിത്തൗട്ട് ആക്ച്വൽ മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് അതിന്റെ ലാറ്റിസിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ from one particle of the body to another by actual motion of the heated particle. Actual motion of the bulk motion of fluid particles എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്ന. അതിന് അത് ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിലാണ്? കൺവെക്ഷൻ ആണ്. അപ്പൊ കൺവെക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഫ്രം എ ഹോട്ട് മീഡിയം ടു എ കോൾഡ് മീഡിയം ഇൻ സ്ട്രെയിറ്റ് ലൈൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ മീഡിയം ഇല്ലാതെ മീഡിയം ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? ദാറ്റ് ഈസ് റേഡിയേഷൻ. ഓക്കെ ആണോ? അപ്പം ക്വസ്റ്റ്യൻ 2 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് നമ്മൾ ക്വസ്റ്റ്യൻ 3യിലേക്ക് പോവാം. റേഡിയേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ വിച്ച് ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഡാഷ് ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഇന്റർവീനിയന്റ് മീഡിയം. അപ്പൊ ഇവിടെ ഹീറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്കറിയാം. എപ്പോഴും എന്താ? ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചർ. അപ്പൊ ഹോട്ട് ബോഡി ടു എന്താണ്? കോൾഡ് ബോഡിയാണ് റേഡിയേഷനിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ പാർട്ടിക്കിൾ ഓഫ് ദി ബോഡി ടു അനദർ ബൈ ആക്ച്വൽ മോഷൻ ഓഫ് ദി ഹീറ്റഡ് പാർട്ടിക്കിൾ. ഇവിടെ ആക്ച്വൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് മോഷൻ ആണ്. ആക്ച്വൽ മോഷൻ എന്ന് പറയുന്നത് ബൾക്ക് മോഷൻ ഓഫ് ഹീറ്റഡ് പാർട്ടിക്കിൾസ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡെൻസിറ്റി ഡിഫറൻസ് കാരണം
ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ ആ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവെക്ഷൻ. ആ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം ബൾക്ക് മോഷൻ ഓഫ് ഹീറ്റഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് മോഷൻ എന്ന് പറയുന്നതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇൻ കേസ് ഓഫ് ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. അപ്പൊ ലിക്വിഡ് ആൻഡ് ഗ്യാസസ് എന്ന് എടുത്തു പറയുന്നത്, അപ്പൊ ലിക്വിഡ് ആൻഡ് ഗ്യാസസിലെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ കാരണം കണ്ടക്ഷൻ ആണോ, കൺവെക്ഷൻ ആണോ, റേഡിയേഷൻ ആണോ എന്നാണ് ചോദ്യം. അറിയാവോ? ഓക്കെ, കറക്റ്റ് ആണ്, കൺവെക്ഷൻ. അപ്പൊ കൺവെക്ഷൻ കാരണമാണ് ലിക്വിഡ്സിലും ഗ്യാസസിലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. കണ്ടക്ഷൻ കാരണം സോളിഡ്സിലാണ്, കണ്ടക്ഷൻ കാരണമുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The heat of sun reaches to us according to. അപ്പൊ ഏത് വഴിയാണ്? അപ്പൊ നമുക്കറിയാം സണ്ണിൽ നിന്ന് ഹീറ്റ് വരുന്നത് ഒരു മീഡിയം ഇല്ല. അപ്പൊ മീഡിയം ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കണ്ടക്ഷൻ ആണോ, കൺവെക്ഷൻ ആണോ, റേഡിയേഷൻ ആണോ എന്നാണ് ചോദ്യം. റേഡിയേഷൻ ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ മോളിക്കുലർ കൊളീഷൻ. അപ്പം ഇത് നമ്മൾ നോക്കിയൊരു ക്വസ്റ്റ്യൻ ആണ്. മോളിക്കുലർ കൊളീഷൻ കാരണമുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന് എന്താ പറയുന്നത്? കണ്ടക്ഷൻ ആണോ, കൺവെക്ഷൻ ആണോ, റേഡിയേഷൻ ആണോ? നമുക്കെല്ലാം അറിയാം കണ്ടക്ഷൻ ആണ് അല്ലെ, കണ്ടക്ഷൻ ആണ്. അപ്പൊ നമുക്ക് മോളിക്കുലർ കൊളീഷൻ അപ്പൊ നമ്മൾ പറഞ്ഞു സോൾസിൽ ഈ പറയുന്ന പോലെ കണ്ടക്ഷൻ കാരണമാണ്, മോളിക്കുലർ കൊളീഷൻ കാരണമാണ് എന്താ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, കൺവെക്ഷൻ എന്ന ആൻസർ പറയുമ്പോൾ ഓപ്ഷൻ ബി വരുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ബൾക്ക് മോഷൻ ആയിരിക്കും, ബൾക്ക് മോഷൻ ഓഫ് ഹീറ്റഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സോളിഡ്സിൽ എന്ന് പറയുമ്പോൾ മോളിക്കുലർ കൊളീഷൻ നടക്കുന്ന എവിടെയാണ്? മോളിക്കുലർ കൊളീഷൻ എന്ന് വെച്ചാൽ ലാറ്റിസ് വൈബ്രേഷൻ ആണ്, അത് നടക്കുന്ന സോളിഡ്സിലാണ്. അപ്പൊ സോളിഡ്സിൽ കണ്ടക്ഷൻ ആണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ മോളിക്കുലർ കൊളീഷൻ ഈ സ്മോളസ്റ്റ് ഇൻ, അതാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോളസ്റ്റ് സോളിഡ്സിലാണോ, ലിക്വിഡ്സിലാണോ, ഗ്യാസസിലാണോ, നൺ ഓഫ് ദീസ്. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ മോളിക്കുലർ കൊളീഷൻ. അതെ, സ്മോളസ്റ്റ്. അതെ, സോളിഡ്സിലാണ് സ്മോളസ്റ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ മോളിക്കുലർ കൊളീഷൻ ഈസ് ലാർജസ്റ്റ് എന്ന് ചോദിക്കണമെങ്കിൽ അതെന്തായിരിക്കും? ലാർജസ്റ്റ് എന്ന് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും? ഗ്യാസസിലായിരിക്കും ലാർജസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് മോളിക്കുലർ കൊളീഷൻസ് ഉണ്ടാകുന്ന ഗ്യാസസിലാണ്. ഈ പറയുന്ന സോളിഡ്സ് അത് അതിന്റെ തന്നെ ലാറ്റിസിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്തത്, അതിന്റെ തന്നെ മീൻ പൊസിഷനിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. അതാണ് മോളിക്കുലർ കൊളീഷൻ സ്മോളസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ബൈ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ ഇൻ മെൽറ്റിംഗ് ഓഫ് ഐസ്, അതേപോലെ ബോയിലർ ഫർണസ്, കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ഇൻ കണ്ടൻസർ, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും? നമ്മൾ ബോയിലേഴ്സ് പഠിച്ചായിരുന്നു. ആ ബോയിലേഴ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ വഴിയാണ് എന്താ ബോയിലർ ഫർണസിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം എ ഹോട്ട് ടു എ കോൾഡ് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ഏരിയ ആൻഡ് difference of temperature between two bodies. The statement is called. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ. രണ്ടാമത് പറഞ്ഞ ആൻഡ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അതെ, ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അങ്ങനെയാണ് നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാം. ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ഇൻറ്റു ഡി ടി. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്ന ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്ന കൺവെക്ഷന്റെ ലോ ആണ്. കൺവെക്ഷൻ ഒബേ ചെയ്യുന്ന ലോവിനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്ന. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് പേരാണ് ദാറ്റ് ഈസ് എച്ച്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, എച്ച് എ ഡെൽറ്റ ടി അല്ലെങ്കിൽ എച്ച് എ ഡി ടി. ഓക്കെ ആണ്. ആ എച്ചിന്റെ പേരാണ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. എച്ചിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദാറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. എച്ചിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് യൂണിറ്റ് എന്ന് പറയുന്ന വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണ്. ഓക്കെ ആണോ?
ഇനി ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ന്യൂട്ടൺസ് ലോ ഓഫ് ഹീറ്റിംഗ് അതൊന്നും വരത്തില്ല. ഈ സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ എന്ന് പറയുന്നത് അത് റേഡിയേഷന്റെ ലോ ആണ്. റേഡിയേഷൻ ഉപയോഗിക്കുന്ന ലോ ആണ് സ്റ്റെഫൻ ബോൾട്സ്മാൻ. നമുക്ക് അത് ഇനി ക്വസ്റ്റ്യനിൽ കാണാം. ഇനി ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഇതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻസിൽ ഏതാണ് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പറയാൻ പറ്റുമോ? ഓപ്ഷൻ എ ആണ്. എ എന്ന് പറയുന്നത് കെ എ ഡി ടി ബൈ ഡി എക്സ്. ഓപ്ഷൻ ബി എന്ന് പറയുന്ന കെ എ ഡി എക്സ് ബൈ ഡി ടി. അതെ, ആൻസർ പറയുന്നുണ്ട് ഓപ്ഷൻ എ തന്നെയാണ്. അപ്പൊ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ നമുക്ക് എല്ലാം അറിയാം. Q is equal to that is minus K. അപ്പൊ നമുക്കറിയാം as length increases temperature decreases. അതുകൊണ്ടാണ് നമ്മൾ ഈ മൈനസ് that is minus KA dt by dx എന്ന് പറയുന്നതാണ് എന്താ ഫോറിയർ ലോ ഓഫ് കണ്ടക്ഷൻ ഒബേ ചെയ്യുന്ന ലോയിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഈ പറയുന്ന മൈനസ് കെ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈനസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഹയർ ടെമ്പറേച്ചർ മൈനസ് എന്താ ലോവർ ടെമ്പറേച്ചർ എന്ന് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കെ എ ഡി ടി ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഈ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആസ് ലെങ്ത് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഡിക്രീസസ് എന്ന് കാണിക്കാനാണ്. ഓക്കെ, ഓപ്ഷൻ സി വരത്തില്ല കേട്ടോ. വേണമെങ്കിൽ സി ഒരിക്കലും വരത്തില്ല. അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആ ഒരു ഓപ്ഷൻ ഒരിക്കലും വരത്തില്ല. സി ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ഈ ഡി എക്സ് ബൈ ഡി ടിനെ നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതെന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ല, ഫസ്റ്റ് ലോ അല്ല, ഫോറിയർ ലോ ഓഫ് എന്താ ഹീറ്റ് കണ്ടക്ഷൻ. ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. ഓക്കെ, കണ്ടക്ഷൻ ഒബേ ചെയ്യുന്ന ലോ ആണ്. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. The amount of heat flow through a body by conduction is. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പൊ ഇതിന് ആൻസർ അറിയാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ഏരിയ ഓഫ് ദി ബോഡി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ടു ഫേസസ് ഓഫ് ദി ബോഡി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ തിക്നെസ് ഓഫ് ദി ബോഡി, ഓൾ ഓഫ് ദി എബോവ്. അപ്പൊ ഈ ഒരു കാര്യം, ഈ പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ഫോറിയർ ലോ ഓഫ് കണ്ടക്ഷൻ തന്നെയാണ് പറയുന്നത്. ഫോറിയർ ലോ ഓഫ് കണ്ടക്ഷൻ പറയുന്നത് എന്താ? Q is എന്താ? കെ ഡി ടി ബൈ ഡി എക്സ്. കെ ഡി ടി ബൈ ഡി എക്സ്. ഇത് തന്നെയാണ് ഇവിടെ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ, ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തിക്നെസ്. ഇതാണ് 1 by dx. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ. Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോറിയർ ലോ ഓഫ് കണ്ടക്ഷൻ ആണ്. അവിടെ കെ എന്ന് പറയുന്നതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ആ കെ എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾക്ക് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് ഹീറ്റ്, അതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്ന വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. According to Newton's law of cooling, the heat transfer from a hot body to cold body. Answer A. Directly proportional to surface area, directly proportional to difference of temperature between two bodies, either A or B, both A and B. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയതാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? ഏരിയയും അതേപോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എന്താ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്ന. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് കൺവെക്ഷൻ ഒബേ ചെയ്യുന്ന ലോയിനെയാണെന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഏരിയയും അതേപോലെ ടെമ്പറേച്ചർ ഡിഫറൻസും. അപ്പം Q ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എച്ച് എ ഡെൽറ്റ ടി എന്ന് പറയാം, അല്ലെങ്കിൽ എച്ച് ഡി ടി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇത് ബോത്ത് എന്താ? ആൻസർ എന്തായിരിക്കും? ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും. ഓക്കെ ആണ്. അടുത്ത് തെർമൽ കണ്ടക്ടിവിറ്റി നമ്മളിപ്പോൾ പറഞ്ഞതല്ലോ. തെർമൽ കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന കെ വെച്ചാണ്. നമ്മുടെ ഫോറിയർ ലോ ഓഫ് കണ്ടക്ഷനിലെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് തെർമൽ കണ്ടക്ടിവിറ്റി. അതിന്റെ യൂണിറ്റും ഇമ്പോർട്ടന്റ് ആണ്, വാട്ട് പെർ മീറ്റർ കെൽവിൻ. അപ്പം ക്വസ്റ്റ്യൻ നോക്കാം. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ മേ ബി ഡിഫൈൻ ആസ് ദി. അപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് following in 1 second through a slab of a material of 1 centimeter square and thickness 1 centimeter when its phase difference differ in temperature by 1 degree Celsius. അപ്പൊ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ എഴുതി നോക്കാം. ക്വസ്റ്റ്യന്റെ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. തെർമൽ കണ്ടക്ടിവിറ്റി Q എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് കെ എ ഡി ടി ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ ആണ്. ഇതിൽ നിന്ന് കെയുടെ ഇക്വേഷൻ എഴുതാണെങ്കിൽ, തെർമൽ കണ്ടക്ടിവിറ്റി കെ എഴുതണമെങ്കിൽ Q ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം.
അപ്പോൾ ഇവിടെ പറയുമ്പം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഫ്ലോയിങ് ഇൻ 1 സെക്കൻഡ്, അപ്പം പെർ യൂണിറ്റ് ടൈം. അപ്പം ഇത് ഡി ടിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു, 1 സെക്കൻഡ് എന്ന് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ഇട്ട് കൊടുക്കുന്നു, അത് യൂണിറ്റി ആവുന്നു. ടെമ്പറേച്ചർ വിത്ത് ഫേസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് DT, അതും യൂണിറ്റിയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയും കറക്റ്റ് ആണ്. അതിന് ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഫ്ലോയിങ് ഇൻ 1 സെക്കൻഡ് ത്രൂ 1 സെന്റിമീറ്റർ ഓഫ് ദ മെറ്റീരിയൽ വെൻ ഓപ്പോസിറ്റ് ഫേസസ് ആർ മെയിൻറ്റെയിൻ അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് 1 ഡിഗ്രി സെൽഷ്യസ്. ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. അതിന് ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ഹീറ്റ് കണ്ടക്ടഡ് ഇൻ യൂണിറ്റ് ടൈം. അപ്പൊ ഇത് Q/dt എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. ഹീറ്റ് കണ്ടക്ടഡ് ഇൻ യൂണിറ്റ് ടൈം അക്രോസ് യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ഏരിയ യൂണിറ്റ് തിക്നെസ് വെൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ദ യൂണിറ്റി ഈസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് സർഫസ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പല രീതിയിൽ പറഞ്ഞേക്കുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ K എന്ന് പറയുന്നത് ബാക്കിയെല്ലാം യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പല സ്റ്റേറ്റ്മെന്റും വരാം. ഇതെല്ലാം പറയുന്നത് എന്താണ്, ഒരേ കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ക്യൂവിന്റെ വാല്യൂ 1, തിക്നെസ് 1, ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ, അതേപോലെ എന്താ ഈ DT ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്ന യൂണിറ്റി ആണെന്ന് പറഞ്ഞ് ഒരു 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് കാണിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പം അത് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നുള്ളൂ, പക്ഷെ അത് 3 കറക്റ്റ് ആണ്. അത് കുറച്ചുകൂടെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതായത് യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഇൻ SI യൂണിറ്റ്. അപ്പൊ നമ്മൾ ഇത് കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. ദ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഇൻ SI യൂണിറ്റ് എന്ന് പറഞ്ഞ ആൻസർ എന്തായിരിക്കും? തെർമൽ കണ്ടക്ടിവിറ്റി എന്നത് K ആണ്. എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു കണ്ടക്ട് എന്താ, ഹീറ്റ് എന്ന് പറയുന്നതിന് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ്, ജൂൾ പെർ മീറ്റർ പെർ കെൽവിൻ പെർ സെക്കൻഡ് ആണോ, വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണോ, ജൂൾ പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണോ, ഓൾ ഓഫ് ദീസ് ആണ്. ഇതൊരു ആൻസർ സിമ്പിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ബി, വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഓക്കെ, അപ്പം ഇത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, the rate of heat flow through a body is Q is equal to Ka dt by dx. The term x divided by Ka എന്ന് വെച്ചാൽ x divided by K അല്ലെങ്കിൽ Q is equal to നമുക്കറിയാം Ka dt by dx. അപ്പൊ നമ്മളിവിടെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഈ കെയിനെ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് dx ഡിവൈഡ് ബൈ K എന്ന് പറയാം. dx ഡിവൈഡ് ബൈ K അല്ലെങ്കിൽ എന്താ L by K എന്ന് പറയാം, L by K എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഒരു ടേം L by K എന്ന് പറയുന്ന എന്ത് ടേം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെർമൽ കോഎഫിഷ്യൻ ആണോ, തെർമൽ റെസിസ്റ്റൻസ് ആണോ, തെർമൽ കണ്ടക്ടിവിറ്റി ആണോ, നൺ ഓഫ് ദീസ് ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെന്ന് പറയാം. തെർമൽ കണ്ടക്ടിവിറ്റി നമുക്കറിയാം K ആണ് എന്താ തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കോഎഫിഷ്യന്റും അല്ല. അപ്പൊ ഓപ്ഷൻ എന്താണ്, ബി ആണ്. തെർമൽ റെസിസ്റ്റൻസ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. തെർമൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ തെർമൽ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ എന്താണ് ഈ ഇലക്ട്രിക്കൽ അനലോഗി എഴുതുന്ന സമയത്താണ് ഈ തെർമൽ റെസിസ്റ്റൻസ് എന്ന ടേമിലോട്ട് നമ്മൾ ഈ ഒരു ടേമിനെ കൊണ്ടുവരുന്നത്. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡാഷ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിമെയിൻസ് സെയിം, അതായത് ഡിഗ്രീസ് ഇൻക്രീസ് ടെമ്പറേച്ചർ. അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ എന്താ ഫസ്റ്റ് ഫൊറിയർ ലോ തന്നെ എഴുതിയാണ്. ഫൊറിയർ ലോ എന്ന് പറഞ്ഞാൽ എന്താ, Q is equal to Ka dt by dx. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചറും ഏരിയയും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന തെർമൽ കണ്ടക്ടിവിറ്റിയും ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. dt എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും, തെർമൽ കണ്ടക്ടിവിറ്റി ഡിഗ്രീസ് ചെയ്യും. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും, റിമെയിൻ സെയിം ആയിരിക്കും, ഡിഗ്രീസ് ആയിരിക്കും, ഇൻക്രീസ് ആയിരിക്കും, ഡിഗ്രീസ് ആയിരിക്കും അല്ലെ. അപ്പം ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് തെർമൽ കണ്ടക്ടിവിറ്റി ഡിഗ്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റീം ഈസ് ടു ബി ലൈൻഡ് വിത്ത് 2 ലെയർ ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അപ്പം ഒരു സ്റ്റീം പൈപ്പ് ഉണ്ട്. ഈ സ്റ്റീം പൈപ്പിൽ 2 ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. ഇത് ആദ്യത്തെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, ഇത് രണ്ടാമത്തെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഓക്കെ, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഓഫ് ഡിഫറെന്റ് തെർമൽ കണ്ടക്ടിവിറ്റി. ഇതിന്റെ രണ്ടിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഡിഫറെന്റ് ആണ്. ഇതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി K1 ആണെങ്കിൽ ഇതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി K2 ആണ്. ഫോർ
മിനിമം ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പം നമുക്കറിയാം ഈ സ്റ്റീം പൈപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീം ബോയിലേഴ്സിൽ നിന്ന് സ്റ്റീമിന് എന്ത് ചെയ്യണം? സ്റ്റീം ടർബൈൻസിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന, സ്റ്റീമിനെ കയറി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പാണ് സ്റ്റീം പൈപ്പ്. അപ്പൊ നമുക്ക് അവിടെ എന്ന് പറയാൻ മിനിമം ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കണം, ഹീറ്റ് പുറത്തോട്ട് പോകാൻ പാടില്ല, എനർജി ലോസ് ആണ്. അപ്പൊ അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇൻസുലേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യും? ദ ബെറ്റർ ഇൻസുലേഷൻ മസ്റ്റ് ബി പുട്ട് ഇൻസൈഡ്, അല്ലെങ്കിൽ ബെറ്റർ ഇൻസുലേഷൻ മസ്റ്റ് ബി പുട്ട് ഔട്ട് സൈഡ്. അപ്പം ഇങ്ങനെ ഇത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ബാഡ് കണ്ടക്ടർ എന്ന് പറയുന്ന അകത്തായിരിക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ബാഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബെറ്റർ ഇൻസുലേറ്റർ ആയിരിക്കും. ബാഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബെറ്റർ ഇൻസുലേറ്റർ ആയിരിക്കും, അല്ലെ? അപ്പൊ ബെറ്റർ ഇൻസുലേറ്റർ മസ്റ്റ് ബി എന്താ? പുട്ട് ഇൻസൈഡ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണ്. അടുത്തൊരു പ്രോബ്ലം ആണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എ ഫർണസ് ഈസ് made up of red brick wall of thickness 0.5 meter and conductivity 0.7 watt per meter Kelvin. For the same heat loss and temperature drop, this can be replaced by a layer of diatomic earth of a conductivity 0.14 watt per meter Kelvin and thickness. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പം ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമുക്കറിയാം Q എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫോർ സെയിം ഹീറ്റ് ലോസും അതേപോലെ ടെമ്പറേച്ചർ ഡ്രോപ്പും, ഹീറ്റ് ലോസും ടെമ്പറേച്ചർ ഡ്രോപ്പും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ Q ഈസിക്കൽ ടു KA dt ബൈ dx എന്നറിയാം. ഇവിടെ ഹീറ്റ് Q എന്ന് പറയുന്നത് സെയിം ആണ്. അതുപോലെ തന്നെ dt ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ലെങ്ത് തന്നിട്ടുണ്ട്, ആ തിക്നെസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് തിക്നെസ് ഞാൻ L1 എന്ന് എടുക്കണമെങ്കിൽ L1 ഈസിക്കൽ എന്താ? 0.5 മീറ്റർ തന്നിട്ടുണ്ട്. അതേപോലെ കണ്ടക്ടിവിറ്റി K എന്ന് പറയുന്നത് K1 എന്ന് പറയുന്നത് 0.7 വാട്ട് പെർ മീറ്റർ കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി K2 തന്നിട്ടുണ്ട്. K2 എന്ന് പറയുന്നത് 0.14 വാട്ട് പെർ മീറ്റർ കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. L2 ആണ് നമ്മുടെ ചോദ്യം. L2 എങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യൂവും സെയിം ആണ്, ഈ പറയുന്ന പോലെ dt ടെമ്പറേച്ചർ ഡിഫറൻസും അതേപോലെ ഏരിയയും സെയിം ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? K/L എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിരിക്കും. K/L എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് K1/L1 ഈസിക്കൽ ടു K2/L1 എന്നത്. ഇതിൽ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് L2 കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഈസ് L2 ഈസിക്കൽ ടു K2/K1 into L1. That is equal to 0.14 divided by 0.7 into 0.5. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇൻറ്റു എന്താ 0.5. ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0.1 മീറ്റർ എന്ന് കിട്ടും. ആ 0.1 മീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് ഓഫ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ അവിടെ കണ്ടക്ഷനും വരും അതേപോലെ കൺവെക്ഷനും വരും. ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ, വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. അടുത്ത ഫിലിം കോഎഫിഷ്യന്റ് ഈസ് ഡിഫൈൻ ആസ് ദ റേഷ്യോ. ഈ ഫിലിം കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നമ്മളെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ് H ആണ്. H-നെ ഡിഫൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി ബൈ ഇക്വലന്റ് ലെങ്ത് എന്നാണ്. തെർമൽ കണ്ടക്ടിവിറ്റി ബൈ ഇക്വലന്റ് ലെങ്ത് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കിയാൽ തെർമൽ കണ്ടക്ടിവിറ്റി ടു ദ ഇക്വലന്റ് ലെങ്ത് ഓഫ് ദി ഫിലിം ഓഫ് ഫ്ലൂയിഡ്. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ബാക്കിയൊക്കെ എന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ടെമ്പറേച്ചർ ഡ്രോപ്പ് ത്രൂ ദ ഫിലിം ഓഫ് ഫ്ലൂയിഡ് ടു ദ തിക്നെസ് ഓഫ് ഫിലിം ഓഫ് ദ ഫ്ലൂയിഡ്, തിക്നെസ് ഓഫ് ദ ഫിലിം ഓഫ് ഫ്ലൂയിഡ് ടു ദ തെർമൽ കണ്ടക്ടിവിറ്റി അല്ല, തെർമൽ കണ്ടക്ടിവിറ്റി ടു എന്താണ്? ഇക്വലന്റ് ലെങ്ത്. തെർമൽ കണ്ടക്ടിവിറ്റി ടു ഇക്വലന്റ് ലെങ്തിനെയാണ് നമ്മൾ ഫിലിം കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക. ഇനി അടുത്ത് തെർമൽ ഡിഫ്യൂസിവിറ്റി. ഇതും ഇമ്പോർട്ടന്റ് ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. തെർമൽ ഡിഫ്യൂസിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഗിവൺ ബൈ. തെർമൽ ഡിഫ്യൂസിവിറ്റിയുടെ ഇക്വേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ തെർമൽ ഡിഫ്യൂസിവിറ്റിയുടെ ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ആൽഫ ഈസിക്കൽ ടു ദാറ്റ് ഈസ് K/ρ Cp. K/ρ Cp എന്ന് വെച്ചാൽ തെർമൽ, K എന്ന് പറഞ്ഞാൽ എന്താ? തെർമൽ കണ്ടക്ടിവിറ്റി ടു തെർമൽ കപ്പാസിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി ടു
തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. റോ സി പി എന്ന് പറഞ്ഞാൽ തെർമൽ കപ്പാസിറ്റി ആണ്. അതിനെയാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എത്ര ഈസി ആയിട്ട് ഒരു മെറ്റീരിയൽ കൂടെ എന്താ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറയുന്ന ടേമാണ് എന്താ തെർമൽ ഡിഫ്യൂസിവിറ്റി. അപ്പം തെർമൽ കണ്ടക്ടിവിറ്റി ടു എന്താ തെർമൽ കപ്പാസിറ്റി ആൽഫ എന്ന് പറയുന്ന ടേം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സെയിം ഫോർമുല വരുന്നത് ഓപ്ഷൻ എ ആണ്, കെ ഡിവൈഡ് ബൈ റോ സി പി. സി പിന്നെയാണ് എന്താ എസ് എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്, സ്പെസിഫിക് ഹീറ്റിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്ത് നിൽക്കുന്നുള്ളൂ. ദറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ റോ സി പി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥിരം ഈ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. ദ യൂണിറ്റ് ഓഫ് തെർമൽ ഡിഫ്യൂസിവിറ്റി. യൂണിറ്റ് ഓഫ് തെർമൽ ഡിഫ്യൂസിവിറ്റി. അപ്പൊ നമുക്ക് ആൽഫയുടെ യൂണിറ്റ് അറിയാം. ആൽഫയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫയുടെ ഫോർമുല എന്ന് പറയുന്നത് കെ ഡിവൈഡ് ബൈ റോ സി പി. കെ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി, റോ ഡെൻസിറ്റി, സി പി സ്പെസിഫിക് ആണ്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമ്മൾ എസ് ഐ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എസ് ഐ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ എസ് ഐ യൂണിറ്റിലല്ല ചോദിക്കുന്ന ടൈം, ഇവിടെ എന്താ അവറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. എസ് ഐ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ gives a heat flow for Fourier law of heat conduction. Fourier law of heat conduction ഇറഗുലർ സർഫസിനാണോ, നോൺ യൂണിഫോം ടെമ്പറേച്ചർ സർഫസിനാണോ, വൺ ഡയമെൻഷണൽ കേസ് ആണോ, ടു ഡയമെൻഷണൽ കേസ് ആണോ എന്നാണ് ചോദിച്ചത്. അതെ, വൺ ഡയമെൻഷണൽ കേസ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഈ പറയുന്ന Q is equal to കെ എ ഡി ടി ബൈ ഡി എക്സ് അല്ലെങ്കിൽ മൈനസ് കെ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൺ ഡയമെൻഷണൽ കേസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇതേപോലെ തന്നെ ത്രീ ഡയമെൻഷണൽ കേസിന്റെ ഇക്വേഷൻ ഉണ്ട്. ആ ത്രീ ഡയമെൻഷണൽ കേസിന്റെ ഇക്വേഷൻ ആണ് ഫോറിയർ ബയോട്ട് ഇക്വേഷൻ എന്ന് പറയും. ഫോറിയർ ബയോട്ട് ഇക്വേഷൻ എന്ന് പറയും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ, ഇത് എക്സ് ഡയറക്ഷനില് വൈ ഡയറക്ഷനില്, അതേപോലെ ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് ഹീറ്റ് ജനറേഷൻ ക്യൂ ജി ബൈ കെ ഈക്വൽ ടു 1 by alpha dot t by dot o. ഓക്കെ, ഇതാണ് നമ്മുടെ ത്രീ ഡയമെൻഷനിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള ഹീറ്റ് കണ്ടക്ഷന്റെ ഇക്വേഷൻ, ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്ന് പറയും. ഇതിന്റെ പേരാണ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. ഇതിൽ നമുക്ക് വൺ ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ത്രീ ഡയമെൻഷൻ ആണ്. വൺ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 by alpha ഡോ ടി ബൈ ഡോ ഓ എന്ന് പറയും. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ തെർമൽ ഡിഫ്യൂസിവിറ്റി ഫോർ ഗ്യാസസ് ഈസ് ജനറലി ഡാഷ് ദോസ് ഓഫ് ലിക്വിഡ്സ്. തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത് ആൽഫയാണ്. ആൽഫ എന്ന് പറയുന്നത് കെ ബൈ റോ സി പി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓപ്ഷൻസ് കറക്റ്റാണ്. നമ്മൾ ഗ്യാസസിന്റെ സംബന്ധിച്ച് പറയുമ്പോൾ ഗ്യാസസിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പൊ ഡെൻസിറ്റി കുറവാണെങ്കിൽ എന്തായിരിക്കും? തെർമൽ ഡിഫ്യൂസിവിറ്റി കൂടുതലായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഡെൻസിറ്റി കുറവാണെങ്കിൽ തെർമൽ ഡിഫ്യൂസിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അപ്പൊ തെർമൽ ഡിഫ്യൂസിവിറ്റി ഗ്യാസ് ജനറലി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ദോസ് ഓഫ് എന്താ ലിക്വിഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെർമൽ ഡിഫ്യൂസിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ്. അപ്പൊ തെർമൽ ഡിഫ്യൂസിവിറ്റി ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പെസിഫിക് ഹീറ്റ്. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ കണ്ടാണ് കെ ഈസ് ഈക്വൽ ടു എന്താ? കെ ഈസ് ഈക്വൽ ആൽഫ. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് വെച്ചാൽ ആൽഫയാണ്. ആൽഫ ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ റോ സി പി അല്ലെ. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി, അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പെസിഫിക് ഹീറ്റ്. അപ്പം ഓപ്ഷൻ ഏതാണ്? ഓൾ ഓഫ് ദി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലോവസ്റ്റ് തെർമൽ ഡിഫ്യൂസിവിറ്റീസ്. ഇതിൽ ഏത് മെറ്റീരിയലാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി ലോ? തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി അല്ല, തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ്. തെർമൽ ഡിഫ്യൂസിവിറ്റി കെ എന്ന് പറയുന്നത് തെർമൽ ഡിഫ്യൂസിവിറ്റി കെ അല്ല, തെർമൽ കണ്ടക്ടിവിറ്റി ആണ് കെ. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത് ആൽഫയാണ്. ആൽഫ എന്ന് പറയുന്നത് കെ ഡിവൈഡ് ബൈ റോ സി പി ആണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് കെ കുറവാണെങ്കിൽ എന്തായിരിക്കും? ആൽഫയും കുറവായിരിക്കും. കണ്ടക്ടിവിറ്റി ഏറ്റവും കുറവുള്ളത് ആർക്കും നോക്കിയാൽ മതി? തെർമൽ ഡിഫ്യൂസിവിറ്റി ഏറ്റവും കുറവായിരിക്കും. അപ്പൊ കണ്ടക്ടിവിറ്റി ഏറ്റവും കുറവെന്താണ്? റബ്ബറിനാണ്. അപ്പൊ അതേപോലെ തെർമൽ ഡിഫ്യൂസിവിറ്റി ഏറ്റവും കുറവെന്താണ്? റബ്ബറിനാണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഹയസ്റ്റ് തെർമൽ ഡിഫ്യൂസിവിറ്റീസ്. അപ്പൊ ഇതില് ഹയസ്റ്റ് തെർമൽ ഡിഫ്യൂസിവിറ്റി ആർക്കാണുള്ളതെന്ന് പറയുമ്പോൾ
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ള ആർക്കാണോ അവർക്കാണ് എന്താ ഹയസ്റ്റ് തെർമൽ ഡിഫ്യൂസിറ്റി ഉള്ളത്. അപ്പോൾ ഇതിലുള്ളതിൽ നമ്മൾ മനസ്സിലാക്കുന്ന അയൺ ഉണ്ട്, ലെഡ് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, വുഡ് ആണ്. അത് ലെഡിനാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തെർമൽ ഡിഫ്യൂസിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ളത്. ഓക്കെ ആണോ? അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്, ചെയ്തു നോക്കാൻ പറ്റുന്നവർ ചെയ്തു നോക്കാം. ആൻഡ് ഇലക്ട്രിക്കൽ കേബിൾ ഓഫ് അലുമിനിയം കണ്ടക്ടർ കെ തന്നിട്ടുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റി കെ എന്ന് പറയുന്നത് ഇൻസുലേഷന്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 240 watt per meter Kelvin. Is to be insulated with rubber. അലുമിനിയം കണ്ടക്ടറിന്റെ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ തന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ കേബിൾ ഓഫ് അലുമിനിയം കണ്ടക്ടറിന്റെ ഇത് കെ ഓഫ് കണ്ടക്ടർ ആണ്. ഇനി കെ ഓഫ് ഇൻസുലേഷൻ റബ്ബറാണ്. ഇൻസുലേഷന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0.15 watt per meter Kelvin. ഇൻസുലേഷന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് 0.15 watt per meter Kelvin. The cable is to be located in air. എയറിലാണ് വയ്ക്കേണ്ടത്. ഓക്കെ, അവിടുത്തെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H ഓഫ് എയർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 6 watt per meter square. 6 watt per meter square Kelvin എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. അപ്പോൾ ക്രിട്ടിക്കൽ തിക്നെസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആവുന്ന റേഡിയസിനെയാണ് നമ്മൾ എന്താ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന റേഡിയസിനെയാണ് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. അത് സിലിണ്ടറിന് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്ന ആർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കെ ഇൻസുലേഷൻ തെർമൽ കണ്ടക്ടിവിറ്റി ബൈ ഇൻസുലേഷൻ തെർമൽ കൺവെക്റ്റീവ് കണ്ടക്ടൻസ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് K of insulation divided by H of medium. അപ്പം തെർമൽ കണ്ടക്ടിവിറ്റി ടു എന്താണ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H. അപ്പം ഇവിടെ K എന്ന് പറയുന്നത് 0.15 ഡിവൈഡ് ബൈ 6 എന്ന് പറയും. അപ്പം ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.025 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് MM-ലാണ് ചോദിച്ചേക്കുന്നത്. അപ്പം മീറ്ററിന് MM ആക്കണമെങ്കിൽ ഇൻറ്റു 1000 ചെയ്യണം. ഇതിനെ ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 25 mm എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് ഡിസ്കസ് ചെയ്യണം. ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇത് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന റേഡിയസിനെയാണ് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. അത് സിലിണ്ടറിനും ഉണ്ട്, സ്പിയറും ഉണ്ട്. അപ്പം ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേഷൻ ടു കൺവെക്ഷൻ ആണ്, പുറത്ത് നടക്കുന്ന കൺവെക്ഷൻ ആണ്. അതാണ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H എന്ന് പറയുന്ന H ഓഫ് മീഡിയം എന്ന എയർ ആണ്. അപ്പം തെർമൽ ഇൻസുലേഷന്റെ കണ്ടക്ടിവിറ്റിയും അതേപോലെ മീഡിയം എയറിന്റെ കൺവെക്ഷനും കൂടെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതാണ് 0.15 ഡിവൈഡ് ബൈ 6. അപ്പൊ ആൻസർ 25 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The critical radius is the insulation radius at which the resistance to heat flow is. അപ്പം critical radius എന്ന് പറഞ്ഞാൽ ആ ഇൻസുലേഷന്റെ റേഡിയസ് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ വരുന്ന റേഡിയസിനെയാണ് എന്ത് പറയുന്നത് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ആക്സിസ് എടുക്കുന്നു. ഇതാണ് നമ്മുടെ റേഡിയസ്. ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫർ Q max. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മൾ റേഡിയസ് ഇൻക്രീസ് ചെയ്ത് ഏതോ ഒരു റേഡിയസിൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ആ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന റേഡിയസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എന്ത് പറയും? ക്രിട്ടിക്കൽ റേഡിയസ് ഈസ് ഇൻസുലേഷൻ അറ്റ് വിച്ച് എന്താ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മിനിമം റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പം അറ്റ് വിച്ച് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ ക്രിട്ടിക്കൽ റേഡിയസ് ഈസ് ദ ഇൻസുലേഷൻ അറ്റ് വിച്ച് റെസിസ്റ്റൻസ് ഓഫ് ഹീറ്റ് ഫ്ലോ. റെസിസ്റ്റൻസ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം ആയിരിക്കും. മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ എന്തായിരിക്കും? മിനിമം റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഓഫ് ഫോർ എ സ്പിയറിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ സ്പിയർ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ തിക്നെസ് നമുക്ക് സിലിണ്ടറിനും ഉണ്ട്, അതേപോലെ സിലിണ്ടറിനും ഉണ്ട്, സ്പിയറിനും ഉണ്ട്. സിലിണ്ടറിന് എന്ന് പറയുന്ന K/H ആണ്. ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് K/H. സ്പിയറിനെന്ന് പറയുമ്പോൾ എന്തായാലും ഡബിൾ ആയിരിക്കും, 2K/H. അപ്പോൾ ഇത് ഓർത്തിരിക്കുക.
സ്പിയറിന് എന്ന് പറയുന്നത് 2k/h ആയിരിക്കും, സിലിണ്ടറിന് എന്ന് പറയുന്നത് എന്തായിരിക്കും k/h ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, 2k/h. അപ്പൊ കെ എന്ന് പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റി ആണ്, എച്ച് എന്ന് പറയുന്ന കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ ആണോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം one particle of the fluid to another particle by actual motion of the fluid particle due to difference of density caused by the temperature of the particle is known as. അപ്പോൾ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ, ഡെൻസിറ്റി ഡിഫറൻസ് കാരണം നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ എന്ത് പറയും? കണ്ടക്ഷൻ എന്ന് പറയൂ, ഫ്രീ കൺവെക്ഷൻ എന്ന് പറയൂ, ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയും? ഫ്രീ കൺവെക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫ്രീ കൺവെക്ഷൻ ഫ്ലോ ഡിപ്പെൻസ് ഓൺ, ഫ്രീ കൺവെക്ഷൻ ഫ്ലോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഡെൻസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഓൾ ഓഫ് ദീസ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഫ്രീ കൺവെക്ഷൻ ആണെങ്കിൽ ഈ പറയുന്ന ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എല്ലാത്തിനും എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തും ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഏത് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫ്രം വൺ പാർട്ടിക്കിൾ ഓഫ് ദ ഫ്ലൂയിഡ് ടു അനദർ പാർട്ടിക്കിൾ ബൈ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കോസ്ഡ് ബൈ സം മെക്കാനിക്കൽ മീൻസ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മെക്കാനിക്കൽ മീൻസും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ നമ്മൾ മനസ്സിലായി, ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ബൾക്ക് മോഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവിടെ മെക്കാനിക്കൽ മീൻസും കൂടെ ഉണ്ടെങ്കിൽ അതെന്താവും? ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. അതിനെന്ത് പറയും? ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയും. ഓക്കെ ആണോ? അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ദ യൂസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് മെയ്ഡ് ഇൻ. അപ്പൊ ദ യൂസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് മെയ്ഡ് ഇൻ എന്തിനാണ്? റേഡിയേറ്റേഴ്സ് ഇൻ ഓട്ടോമൊബൈൽ. അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയേറ്റേഴ്സിൽ നമ്മൾ ഓട്ടോമൊബൈൽ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? എന്ന് വെച്ചാൽ എഞ്ചിൻ ബ്ലോക്കിന് ചുറ്റും വരുന്ന ചൂടുവെള്ളത്തിനെ തണുപ്പിച്ചിട്ട് വീണ്ടും എന്താ ഇൻലെറ്റിലോട്ട് കൊടുക്കണം. അപ്പൊ എന്താ റേഡിയേറ്റേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. കണ്ടൻസറും ബോയിലേഴ്സിലും നമ്മൾ എന്താ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. കണ്ടൻസർ റെഫ്രിജറേറ്ററിൽ ഇവാപ്പറേറ്ററും കണ്ടൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ബോയിലറിൽ ഈ പറയുന്ന സ്റ്റീം പവർ പ്ലാന്റിൽ ബോയിലറും കണ്ടൻസറും എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അപ്പൊ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. അടുത്ത നമ്മൾ ചോദിച്ചിരിക്കുന്നത് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പൊ നമ്മൾ കണ്ടക്ഷൻ ടോപ്പിക്കായി, കൺവെക്ഷൻ ആയി, നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ടോപ്പിക് എന്നാണ് ഒരു ചോദ്യം വരുന്നത്. ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് വെച്ചാൽ ആവറേജ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താ ടു ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹോട്ട് ഫ്ലൂയിഡും ഉണ്ട്, അതേപോലെ എന്താ ഒരു കോൾഡ് ഫ്ലൂയിഡും ഉണ്ട് അല്ലെ? അപ്പൊ ഈ രണ്ട് ഫ്ലൂയിഡിന്റെ ആവറേജ് ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നെയാണ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ആവറേജ് ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നെയാണ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് ഗിവൺ ബൈ, അത് എങ്ങനെയാണ് ഗിവൺ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഇവിടെ നമുക്കറിയാം, ഇവിടെ കോൾഡ് ഫ്ലൂയിഡ് പിന്നെ ഒരു ഇൻലെറ്റ് ടെമ്പറേച്ചർ ആണ് TCI, അതേപോലെ ഹോട്ട് ഫ്ലൂയിഡിനും ഒരു ഇൻലെറ്റ് ടെമ്പറേച്ചർ ആണ്, ദാറ്റ് ഈസ് THI. അതേപോലെ ഇത് ഇറങ്ങുന്ന സമയത്ത് ഹോട്ട് ഫ്ലൂയിഡിന് TC ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ആണ്, അതേപോലെ കോൾഡ് ഫ്ലൂയിഡിന് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ആണ്, ഹോട്ട് ടെമ്പറേച്ചറിന് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് ഇൻലെറ്റിലെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ദാറ്റ് ഈസ് ΔT ഇൻലെറ്റ് മൈനസ് ΔT exit divided by natural logarithm, that is ln of ΔT inlet divided by ΔT exit എന്ന് പറയുന്നതിനാണ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഈ ലോണിനെയാണ് ലോഗ് ടു ദ ബേസ് ഇ എന്ന് എഴുതിയിരിക്കുന്നത്, ലോണിനെയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഇൻലെറ്റിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് മൈനസ് എക്സിറ്റിലെ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ലോൺ ഓഫ് എന്താ ആ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നതിനാണ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത് കൗണ്ടർ കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പൊ ഹീറ്റ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ദ കൗണ്ടർ കറന്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ബോത്ത് ദ ഫ്ലൂയിഡ് അറ്റ് ഇൻലെറ്റ് ആർ ഇൻ ഹോട്ടർ സ്റ്റേറ്റ്, അപ്പൊ ഏത് കണ്ടീഷനിലാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയണമെങ്കിൽ നമ്മൾ കൗണ്ടർ ഫ്ലോയിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ ഗ്രാഫ് വരയ്ക്കണം. ഇവിടെ നിന്ന് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ഫ്ലോയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പാരലൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും ഒരേ ടെമ്പറേച്ചറിലായിരിക്കും. ഹോട്ട് ഫ്ലൂയിഡും ഈ പറയുന്ന പോലെ പാരലൽ ഫ്ലോയിൽ ഞാൻ ഇവിടെ ഒരു പൈപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡ് പോകുന്ന ഡയറക്ഷനിൽ തന്നെയാണ് കോൾഡ് ഫ്ലൂയിഡും പോകുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പാരലൽ ഫ്ലോ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. ഇനി കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഹോട്ട് ഫ്ലൂ ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് കോൾഡ് ഫ്ലൂയിഡ്
കോൾഡ് ഫ്ലൂയിഡ് പോകുന്നെങ്കിൽ, ഹോട്ട് ഫ്ലൂയിഡ് പോകുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് കോൾഡ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ കൗണ്ടർ ഫ്ലോ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പൊ ഇവിടെ കൗണ്ടർ ഫ്ലോ ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ കൗണ്ടർ ഫ്ലോയിൽ ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ വരയ്ക്കുമ്പോൾ ഹോട്ട് ഫ്ലൂയിഡിന് ഒരു എന്താ THI ഇൻലെറ്റ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താ ഇത് THO എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്. അപ്പൊ കോൾഡ് ഫ്ലൂയിഡിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അത് ഇവിടെ ആയിരിക്കും ഇൻലെറ്റ് കൊടുക്കുന്നത്. ഈ പോകുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൾഡ് ഫ്ലൂയിഡ് പോകുന്നത്. അപ്പൊ ഇത് കോൾഡ് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ്, ഇത് കോൾഡ് ഫ്ലൂയിഡിന്റെ എക്സിറ്റ്. ഓക്കെയാണ്. അപ്പൊ ഇവിടുത്തെ ഇൻലെറ്റ്, അപ്പൊ നെറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഇൻലെറ്റ് ആണ് ഇത്. അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഇൻലെറ്റിൽ രണ്ട് ടെമ്പറേച്ചർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ബോത്ത് ഫ്ലൂയിഡ് അറ്റ് ദ ഇൻലെറ്റ് ആർ ഇൻ എന്താ? ഹോട്ടസ്റ്റ് സ്റ്റേറ്റ്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻലെറ്റിലാണ് നോക്കേണ്ടത്. ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻലെറ്റിൽ എന്തായിരിക്കും? ബോത്ത് ടെമ്പറേച്ചർ എന്താ? ഹൈ ടെമ്പറേച്ചർ. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ ഈ ക്വസ്റ്റൻ. ഇനി ഈ പറയുന്ന പോലെ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിലാണെങ്കിൽ അവിടെ ഫിഗർ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹോട്ട് ഫ്ലൂയിഡ് പോകുന്ന ഡയറക്ഷനും കോൾഡ് ഫ്ലൂയിഡ് പോകുന്ന, ഇത് ഹോട്ട് ഫ്ലൂയിഡ് ആണ്, ഇത് കോൾഡ് ഫ്ലൂയിഡ് ആണ്. ഈ ഹോട്ട് ഫ്ലൂയിഡ് പോകുന്ന ഡയറക്ഷനും കോൾഡ് ഫ്ലൂയിഡ് പോകുന്ന ഡയറക്ഷനും സെയിം ആണ്. അപ്പൊ ഹോട്ട് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ എന്തായിരുന്നു? കൂടുതലായിരുന്നു. കോൾഡ് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ കുറവായിരുന്നു. ഇനി അവസ്ഥ എക്സിറ്റിൽ വരുന്ന സമയത്ത് ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? എക്സിറ്റിൽ കുറയുന്നു. കോൾഡ് ഫ്ലൂയിഡിന്റെ എക്സിറ്റ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഓട്ടോമൊബൈൽ റേഡിയേറ്റർ ഈസ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ ഓഫ് പാരലൽ ഫ്ലോ ആണോ, കൗണ്ടർ ഫ്ലോ ആണോ, ക്രോസ് ഫ്ലോ ആണോ, അതേപോലെ എന്താ ഈ പറയുന്ന റീജനറേറ്റീവ് ടൈപ്പ് ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോ എന്താണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഓട്ടോമൊബൈൽ റേഡിയേറ്ററെല്ലാം യൂസ് ചെയ്യുന്നത് അത് ഈ പറയുന്ന പോലെ ക്രോസ് ഫ്ലോ ആണ്. ക്രോസ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ പോകുന്നതിന് ഈ പറയുന്ന വാട്ടർ ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് കോൾഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ പോകുന്നത്. ഇത് എയർ ആണ്, ഇത് വാട്ടർ ആണ്. ഓക്കെ. അപ്പം ഈ ഒരു ടൈപ്പ് ഈ പറയുന്ന ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെയാണെന്ന് പറയുന്നത് ക്രോസ് ഫ്ലോ എന്ന് പറയുന്നത്. പാരലൽ ഫ്ലോ എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും പോകുന്ന ഡയറക്ഷൻ സെയിം ആയിരിക്കും. കൗണ്ടർ ഫ്ലോ എന്ന് പറയുമ്പോൾ ഹോട്ട് ഫ്ലൂ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്ന കോൾഡ് ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത്. ഇനി ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്, ഹോട്ട് ഫ്ലൂയിഡ് പോകുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കോൾഡ് ഫ്ലൂയിഡ് പോകുന്നതെങ്കിൽ അതിനെയാണ് ക്രോസ് ഫ്ലോ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ വിത്ത് ഹീറ്റ് എക്സ്ചേഞ്ചർ സർഫസ് ഏരിയ എ. സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U എന്ന് പറയുന്നുണ്ട്. ഹാൻഡിൽ 2 ഫ്ലൂയിഡ്. നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ആകുമ്പോൾ 2 ഫ്ലൂയിഡ്സിനെ ഹാൻഡിൽ ചെയ്യും, ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡ്. അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി ആണ് C മിനിമം. ഈ C മിനിമം എന്ന് വെച്ചാൽ നമ്മുടെ മാസ് ഓഫ് കോൾഡ് ഫ്ലൂയിഡും ഉണ്ട്, അതേപോലെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എന്താ കോൾഡ് ഫ്ലൂയിഡും ഉണ്ട്, അതായത് മാസ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡും ഉണ്ട്, അതേപോലെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡും ഉണ്ട്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഏതാണോ മാക്സിമം കിട്ടുന്നത് അതായിരിക്കും C മാക്സ്, ഏതായിരിക്കും മിനിമം കിട്ടുന്നത് അതായിരിക്കും മിനിമം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ C മിനിമം ഉണ്ട്, C മാക്സ് ഉണ്ട്. ഇപ്പൊ MC ഇൻറ്റു CPC എനിക്ക് മിനിമം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഇത് മിനിമം കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് എന്താ C മിനിമം, ഇത് മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതായിരിക്കും എന്താ C മാക്സ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് എന്ന് വെച്ചാൽ NTU ആണ്. NTUയുടെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് NTU എന്ന് പറയുന്നത് that is UA by C minimum. അപ്പോൾ ഇത് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കാപ്പബിലിറ്റി ടു എന്താ ഫ്ലൂയിഡ് ഹീറ്റ് കപ്പാസിറ്റി, അതിനെയാണ് എന്ന് പറയുന്നത് NTU എന്നാണ്. NTU എന്ന് പറഞ്ഞാൽ UA by C minimum. ഇവിടെ ഇത് NTU എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NTU നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് കൂടുതലാണെങ്കിൽ ഏരിയ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്തായിരിക്കും, വലുതായിരിക്കും. എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന സൈസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ബൾക്ക്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് NTU ആയിരിക്കും. NTU കൂടുതലാണെങ്കിൽ ആ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഏരിയ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ ആണോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് സർഫസ് കൺവെക്ഷൻ റെസിസ്റ്റൻസ് ടു ദ ഇന്റേണൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബയോട്ട് നമ്പർ എന്ന് പറയുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ബയോട്ട് നമ്പർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബയോട്ട് നമ്പർ ഈക്വൽ ടു HL/K അല്ലെങ്കിൽ H × LC/ എന്തൊക്കെ, LC എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആണ്. ഓക്കെ. അപ്പൊ HL/K അല്ലെങ്കിൽ H × LC/K എന്ന് പറയുന്നതിന് ബയോട്ട് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. റേഷ്യോ ഓഫ് എന്താ കൺവെക്ഷൻ
കൺവെക്ഷൻ റെസിസ്റ്റൻസ് ടു ദ ഇന്റേണൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത് ബയോട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇനി ഈ ബയോട്ട് നമ്പർ ലെസ് ദാൻ 1 ബയോട്ട് നമ്പർ ലെസ് ദാൻ 1 ആവുന്ന സമയത്താണ് നമ്മൾ ലംബ്ഡ് പാരാമീറ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. ലംബ്ഡ് പാരാമീറ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഫ്രീ കൺവെക്ഷൻ heat transfer, transition from laminar to turbulent flow is governed by a critical value. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പോലെ ഫ്ലാറ്റ് പ്ലേറ്റിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കൺവെക്ഷൻ 2 ടൈപ്പ് ഉണ്ടല്ലേ. കൺവെക്ഷൻ ഫോഴ്സ്ഡും ഉണ്ട്, അതേപോലെ ഫ്രീയും ഉണ്ട്. അപ്പോൾ വെലോസിറ്റി ഗിവൺ ആണെങ്കിൽ നമുക്കറിയാം ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെന്ന് പറയാം. ആ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ റിനോൾഡ്സ് നമ്പർ ആണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് പ്ലേറ്റിനാണെങ്കിൽ ഈ പറയുന്ന പോലെ ലെസ് ദാൻ 5 × 10⁵ എന്ന് പറയുന്ന വാല്യൂവിന് താഴെയാണെങ്കിൽ അത് ലാമിനാർ എന്നും ഫ്ലാറ്റ് പ്ലേറ്റിന് ഗ്രേറ്റർ ദാൻ 5 × 10⁵ ആണെങ്കിൽ അതിനെന്തോ ടർബുലന്റ് എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ്. ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി ഗിവൺ ആയിരിക്കും കൺവെക്ഷൻ. അപ്പൊ ഈ വെലോസിറ്റി ഗിവൺ ആയിരിക്കും, വെലോസിറ്റി ഉണ്ടായിരിക്കും. ഇനി ഫ്രീ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ വെലോസിറ്റി ഗിവൺ അല്ലെങ്കിൽ വെലോസിറ്റി ഇല്ലായിരിക്കും, ഒരു വെലോസിറ്റിയിലല്ല ഇരിക്കും അത് ഫ്ലോ ചെയ്യുന്നത്. നാച്ചുറൽ ഡെൻസിറ്റി വേരിയേഷൻ കാരണം. ഫ്രീ കൺവെക്ഷൻ എന്ന് വെച്ചാൽ ഡെൻസിറ്റി വേരിയേഷൻ കാരണമുള്ള കൺവെക്ഷൻ ആണ് എന്താ ഈ പറയുന്ന ഫ്രീ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഈ ലാമിനാർ ഈ നേരത്തെ പറഞ്ഞ മുകളിൽ പറഞ്ഞ പോലെ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ പറയുന്നത് പോലെ ലാമിനാർ ടു ടർബുലന്റ് ആവുന്ന ആ വാല്യൂ പറയുന്നതിനാണ് നമ്മൾ റെയ്ലേ നമ്പർ എന്ന് പറയും. ഈ റെയ്ലേ നമ്പർ എന്ന് പറയുന്നത് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഗ്രഷോഫ് നമ്പർ ആൻഡ് പ്രാൻഡിൽ നമ്പർ. ഈ റെയ്ലേ നമ്പർ എന്ന് പറയുന്ന റെയ്ലേ നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഗ്രഷോഫ് നമ്പർ ഇൻറ്റു പ്രാൻഡിൽ നമ്പർ. പ്രൊഡക്റ്റ് ഓഫ് ഗ്രഷോഫ് നമ്പർ ഇൻറ്റു പ്രാൻഡിൽ നമ്പർ. ഈ പ്രൊഡക്റ്റ് ഓഫ് ഗ്രഷോഫ് നമ്പർ ഇൻറ്റു പ്രാൻഡിൽ നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 10⁻⁹ ആണെങ്കിൽ അതിന് എന്ത് പറയും? ലാമിനാർ ഫ്ലോ എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 10⁻⁹ ആണെങ്കിൽ അതിന് എന്ത് പറയും? ടർബുലന്റ് ഫ്ലോ എന്ന് പറയും. ഓക്കെ ആണോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഇനി അടുത്തും ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് the ratio of thickness of thermal boundary layer to the thickness of hydrodynamic boundary layer is equal to Prandtl number raised to n, where n is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. that is equal to നമുക്കറിയാം that is hydrodynamic boundary layer, അതാണ് ഡെൽറ്റ. hydrodynamic boundary layer ഡെൽറ്റ to thermal boundary layer ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ഡെൽറ്റ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് പ്രാൻഡിൽ നമ്പർ റൈസ് ടു 1/3 ആണ്. അപ്പൊ നമ്മളിത് ചോദിച്ചിരിക്കുന്ന തിരിച്ചാണ്. ഡെൽറ്റ ടി അല്ല, അതാണ് ചോദിച്ചത്. തിക്നെസ് ഓഫ് എന്താ? തെർമൽ ബൗണ്ടറി ലെയർ ടു ദി ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ഡെൽറ്റ ടി ടു ഡെൽറ്റ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രാൻഡിൽ നമ്പർ റൈസ് ടു -1/3. അപ്പൊ ആ എൻ എന്ന് പറയുന്ന പ്രാൻഡിൽ നമ്പർ റൈസ് ടു എൻ അല്ലെ, പ്രാൻഡിൽ നമ്പർ റൈസ് ടു എൻ എന്നാണ് പറഞ്ഞത്. ആ എന്നിന്റെ വാല്യൂ ആണ് നമ്മളിത് ചോദിക്കുന്നത്. എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? -1/3. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണോ? അടുത്തും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിനോൾഡ്സ് നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിനോൾഡ്സ് നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ഏതാണ് ചോദിക്കുന്നത്? റിനോൾഡ്സ് നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ്. റിനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. റിനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. അതാണ് നമ്മൾ ഫോർമുല ആയിട്ട് പറയുന്നെങ്കിൽ ദാറ്റ് ഈസ് റോ ബി ഡി ബൈ മ്യൂ എന്ന് പറയും. ഇനി ഈ ഡി എന്ന് പറയുന്നത് നമ്മൾ പൈപ്പിനാണ് നമ്മൾ എന്താ ഇവിടെ ഡി ആയിട്ട് എടുക്കുന്നത്. ഇനി ഫ്ലാറ്റ് പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് എടുക്കും? റോ ബി എൽ ബൈ മ്യൂ എന്ന് പറയും. ഇനി നമുക്കറിയാം മ്യൂ എന്ന് പറയുന്ന ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി എന്ന് പറയുന്ന കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അതുകൊണ്ട് റിനോൾഡ്സ് നമ്പറിന് നമുക്ക് എന്ത് എഴുതാം? വി ഡി ബൈ ന്യൂ എന്ന് എഴുതാം. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ടേംസിൽ എഴുതാം, അതേപോലെ എന്താ കൈനമാറ്റിക് വിസ്കോസിറ്റി ടേംസിലും റിനോൾഡ്സ് നമ്പറിന് എഴുതാം. ഓക്കെ, അപ്പൊ റിനോൾഡ്സ് നമ്പർ ഈസ് എ റേഷ്യോ ഓഫ് എന്താന്ന് പറയാം? ഇനേർഷ്യൽ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ PSC ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. റിനോൾഡ്സ് നമ്പർ, ഫ്രോഡ്സ് നമ്പർ ഉണ്ട്, അതിന് ഓയിലേഴ്സ് നമ്പർ ഉണ്ട്, മാക് നമ്പർ ഉണ്ട്, വെബർ നമ്പർ ഉണ്ട്, നസൽ നമ്പർ ഉണ്ട്, പ്രാൻഡൽ നമ്പർ ഉണ്ട്,
ഫൊറിയർ നമ്പർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് എല്ലാം ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ആണ്. ഡയമെൻഷണൽ നമ്പർ, ഇതിനൊന്നും ഡയമെൻഷൻസ് ഇല്ല. പക്ഷെ ഇതിന്റെ സിഗ്നിഫിക്കൻസിനെ വെച്ച് നമുക്ക് ഈ പറയുന്ന ഫ്ലോ ലാമിനാർ ആണ്, ടർബുലന്റ് ആണെന്ന് പറയുന്ന പോലെ ഫ്ലോ എന്താ കംപ്രസിബിൾ ആണ്, ഇൻകംപ്രസിബിൾ ആണെന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഈ ഒരു സിഗ്നിഫിക്കൻസും അതേപോലെ ആ ഒരു നമ്പേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ റിനോൾഡ്സ് നമ്പർ ഈസ് ഗിവൺ ബൈ, അപ്പൊ റിനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ട് മനസ്സിലാകും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് റോ ബി എൽ ബൈ മ്യൂ. അപ്പൊ ഫ്ലാറ്റ് പ്ലേറ്റ് ആകുമ്പോൾ എന്ത് വരും? എൽ വരും. പൈപ്പ് ആണെങ്കിൽ അവിടെ എന്ത് വരും? ഡയമീറ്റർ വരും. അല്ലെങ്കിൽ എന്താ വരും? വി എൽ ബൈ ന്യൂ എന്ന് എഴുതാം. കൈനമാറ്റിക് വിസ്കോസിറ്റി ടേംസിലാണെങ്കിൽ വി എൽ ബൈ ന്യൂ എന്ന് എഴുതാം. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ടേംസ്, ഡൈനാമിക് വിസ്കോസിറ്റിയാണ് അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? അടുത്ത നസൽ നമ്പർ. നസൽ നമ്പറിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നസൽ നമ്പറിന്റെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നസൽ നമ്പർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എച്ച് എൽ ബൈ കെ. നസൽ നമ്പർ എന്ന് പറയുന്നത് നസൽ നമ്പർ എൻ യു ഈസ് ഈക്വൽ ടു എച്ച് എൽ ബൈ കെ എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താ, ഇപ്പം പൈപ്പിനൊക്കെ ആണെങ്കിൽ എന്താ എച്ച് ഡി ബൈ കെ എന്ന് നമുക്ക് എന്താ ഓപ്ഷൻ കാണും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എച്ച് എൽ ബൈ കെ, എച്ച് എൽ ബൈ കെ എന്ന് വരാം. ഇനിയിപ്പോ ഒരു പൈപ്പിന്റെ കേസാണ് എടുക്കുന്നെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് ആണെങ്കിൽ എച്ച് എൽ ബൈ കെ എന്ന് വരും. ഒരു പൈപ്പാണ് എടുക്കുന്നെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് ആണെങ്കിൽ എച്ച് എൽ ബൈ കെ എന്ന് വരും. പൈപ്പാണ് എടുക്കുന്നെങ്കിൽ എച്ച് ഡി ബൈ കെ എന്ന്. രണ്ട് ഓപ്ഷനും കാണാം. അപ്പൊ അതാണ് നസൽ നമ്പറിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത ദ റേഷ്യോ ഓഫ് നസൽ നമ്പർ ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് റിനോൾഡ്സ് നമ്പർ ആൻഡ് പ്രാൻഡിൽ നമ്പർ ഈസ് ഈക്വൽ ടു. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് നമ്പർ. അപ്പം സ്റ്റാൻഡേർഡ് നമ്പർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് നസൽ നമ്പർ ഡിവൈഡ് ബൈ റിനോൾഡ്സ് നമ്പർ ഇൻറ്റു പ്രാൻഡിൽ നമ്പർ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിനെയാണ് സ്റ്റാൻഡേർഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇപ്പൊ ഗ്രൂപ്പ് എയിൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് എന്താ ഗ്രൂപ്പ് ബിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഡയമെൻഷൻലെസ് നമ്പറിൽ നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ദാറ്റ് ഈസ് ഗ്രഷോഫ് നമ്പർ. ഗ്രഷോഫ് നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രീ കൺവേർഷൻ ആണ്. പ്രീ കൺവേർഷന്റെ വേറൊരു പേരാണ് നാച്ചുറൽ കൺവേർഷൻ. പ്രീ കൺവേർഷന്റെ വേറൊരു പേരാണ് നാച്ചുറൽ കൺവേർഷൻ. അപ്പൊ ബി കറസ്പോൺസ് ടു എന്താണ്? എ. ഗ്രൂപ്പ് എയിലെ ബി കറസ്പോൺസ് ടു എ. ഗ്രഷോഫ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അത് ഈ പറയുന്ന പോലെ നാച്ചുറൽ കൺവേർഷൻ ഹീറ്റ് ട്രാൻസ്ഫറിലാണ് പഠിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ഓഫ് ഗ്രഷോഫ് നമ്പർ ഇൻറ്റു പ്രാൻഡൽ നമ്പർ ലെസ് ദാൻ 10⁻⁹ ആണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആണ്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താ ടർബുലന്റ് ഫ്ലോ ആണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നസൽ നമ്പർ വരുന്നത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. നസൽ നമ്പർ ദാറ്റ് ഈസ് എച്ച് എൽ ബൈ കെ. ഇപ്പൊ പറഞ്ഞ കാര്യമേ ഉള്ളൂ. നസൽ നമ്പർ എച്ച് എൽ ബൈ കെ. അപ്പൊ എച്ച് എന്ന് പറയുന്നത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ നസൽ നമ്പർ പറയുന്നത് വരുന്ന ഏതാണ്? കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിലാണ് വരുന്നത്. അപ്പൊ അതുമായിട്ട് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കൺവെക്ഷൻ. അടുത്ത പെക്ലെറ്റ് നമ്പർ എന്ന് വെച്ചാൽ പോസ്റ്റ് കൺവേർഷനിൽ തന്നെ ഈ പറയുന്ന സ്മോൾ പ്രാൻഡൽ നമ്പർ ആയിരിക്കുന്ന സമയത്താണ് പെക്ലെറ്റ് നമ്പർ വരുന്നത്. ഇനി അവസാനം നമുക്ക് ഒരു കാര്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് നമ്പർ. എന്താ? പോസ്റ്റ് കൺവേർഷൻ ആണ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത റേഡിയേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ ഇനി അവസാനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് റേഡിയേഷൻ ആണ്. അപ്പം നോക്കുക. അപ്പൊ ഇതില് നമ്മൾ ആദ്യം കണ്ടക്ഷൻ നോക്കിയായിരുന്നു, കൺവെക്ഷൻ നോക്കിയായിരുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് നോക്കിയായിരുന്നു. അത് റേഡിയേഷനിലോട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അകത്തോട്ട് വരുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ. അപ്പൊ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ എമൗണ്ട് ഓഫ് റേഡിയേഷൻ മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ എന്ന് പറയുമ്പോൾ എം സി പവറിന്റെ ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ എം സി പവർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അബ്സലോൺ സിഗ്മ എ ടി റേസ് ടു 4 ആണ്. അബ്സലോൺ എന്ന് പറയുന്ന എമിസിവിറ്റി ആണ്. അത് ഈ പറയുന്ന നേച്ചർ ഓഫ് ബോഡി ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ടെമ്പറേച്ചർ, അതേപോലെ ടൈപ്പ് ഓഫ് സർഫസ് ഓഫ് ദി ബോഡി, ഓൾ ഓഫ് ദീസ് ആണ് എന്താ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അബ്സലോൺ എമിസിവിറ്റി ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റെഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അതിന്റെ വാല്യൂ 5.67 × 10⁻⁻8 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ റേസ് ടു 4 ആണ്. ഇതിന്റെ സിഗ്മയുടെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ റേസ് ടു 4 ആണ് ഈ സ്റ്റെഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് ഇൻ കളർ ആണോ? അല്ല. അത് മനസ്സിലായത്. ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുമ്പം എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന എല്ലാ റേഡിയേഷനും അബ്സോർബ് ചെയ്യുന്ന ബോഡീനെയാണ് നമ്മൾ എന്താ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞത്. എന്നാൽ അബ്സോർപ്റ്റിവിറ്റി 1, ആൽഫ ഈക്വൽ ടു 1 എന്നുവെച്ചാൽ റിഫ്ലക്ടിവിറ്റി ρ ഈക്വൽ ടു 0, ട്രാൻസ്മിസിവിറ്റി ടോ ഈക്വൽ ടു 0.
റിഫ്ലക്ടിവിറ്റിയും ട്രാൻസ്മിസിവിറ്റിയും 0 ആണ്. ദാറ്റ് ഈസ് ആൽഫ എന്ന് പറയുന്ന അബ്സോർപ്റ്റിവിറ്റി ഈക്വൽ ടു 1 ആവുന്ന ബോഡീനെയാണ് നമ്മൾ എന്താ പറയുന്നത് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സോർബ് ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് ദ ഓൾ വേവ് ലെങ്ത് ഫോളിംഗ് ഓൺ ഇറ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ ദ ബോഡി ടു ദ ടോട്ടൽ എനർജി ഫോളിംഗ് ഓൺ ഇറ്റ് ഈസ് കോൾഡ്. അതിനെയാണ് നമ്മൾ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് പവറിന്റെ ടേംസിൽ പറയുന്നെങ്കിൽ അബ്സോർപ്റ്റിവിറ്റി പവർ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരു റേഷ്യോ ഓഫ് എനർജി അബ്സോർബിംഗ് ചെയ്യുന്ന ബോഡി, എനർജി അബ്സോർബിംഗ് എന്ന് വെച്ചാൽ GE എന്ന് പറയുന്ന എനർജി അബ്സോർബ് ചെയ്യുന്നു. ടോട്ടൽ എനർജി ഫാളിംഗ്, ടോട്ടൽ എനർജി ഫോൾ ചെയ്യുന്നത് ഈ എന്ന് വെച്ചാൽ ഇതിൽ G എന്ന് പറയുന്ന എനർജിയാണ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി G ഫോൾ ചെയ്യുമ്പോൾ ഇതിൽ GA അബ്സോർബ് ചെയ്താൽ ഈ GA/G എന്ന് പറയുന്നത് ടോട്ടൽ എനർജി അബ്സോർബ്ഡ് അല്ലെങ്കിൽ എനർജി അബ്സോർബ്ഡ് ബൈ ദ ബോഡി ടു ടോട്ടൽ എനർജി ഫോളിംഗ് ഓൺ ഇറ്റ്, ഇതിനെയാണ് അബ്സോർപ്റ്റിവിറ്റി അല്ലെങ്കിൽ അബ്സോർപ്റ്റിവിറ്റി പവർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു റേഡിയേഷൻ ഒരു ബോഡിയിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് അബ്സോർബ് ചെയ്യും, കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും, കുറച്ച് എന്ത് ചെയ്യും റിഫ്ലക്ട് ചെയ്യും, അല്ലെ കുറച്ച് അബ്സോർബ് ചെയ്യും, കുറച്ച് എന്ത് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യും, കുറച്ച് എന്ത് ചെയ്യും റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല എന്തുമാത്രം അബ്സോർവ് ചെയ്യുന്നു ടു എന്താ ടോട്ടൽ റേഡിയേഷൻ എന്ന് പറയുന്നതാണ് അബ്സോർപ്റ്റിവിറ്റി അല്ലെങ്കിൽ അബ്സോർപ്റ്റിവിറ്റി പവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എമിസിവിറ്റി ഓഫ് എ പോളിഷ്ഡ് സിൽവർ ബോഡി ഈസ് ഡാഷ് ആസ് കമ്പയർ ടു ബ്ലാക്ക് ബോഡി. അപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ട കാര്യം ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി, ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി അല്ലെങ്കിൽ MC പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന EB എന്ന് പറയുന്ന 1 ആണ്. ബാക്കി ഈ പറയുന്ന ഈ പോളിഷ്ഡ് സിൽവർ ബോഡി എന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡി അല്ല, നോട്ട് എ ബ്ലാക്ക് ബോഡി. അപ്പൊ എന്തായിരിക്കും? ലെസ് ദാൻ, വെരി ലോ ആയിരിക്കും കമ്പയർ ടു ബ്ലാക്ക് ബോഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ടൈപ്പ് ആയിരിക്കും എപ്പോഴും വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് പറയുന്ന സമയത്ത്. അപ്പൊ ഇത് നോക്കുക ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത്. ഇതിൽ പറഞ്ഞ എ ഗ്രേ ബോഡി ഈസ് വൺ വിച്ച് അബ്സോർബ് ഓൾ ദ റേഡിയേഷൻ ഇൻസിഡന്റ് ഓൺ ഇറ്റ്. അല്ല, ഇത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാ റേഡിയേഷനും ഇൻസിഡന്റ് ചെയ്യുന്ന അബ്സോർബ് ചെയ്യുന്നെങ്കിൽ അതിനെ ഗ്രേ ബോഡി എന്നല്ല പറയുന്നത്, അതിനെ നമ്മൾ എന്താ ബ്ലാക്ക് ബോഡി എന്നാണ് പറയുന്നത്, അത് ഗ്രേ ബോഡി അല്ല. ഇനി അടുത്ത് at thermal equilibrium emissivity is equal to absorptivity. Emissivity is equal to absorptivity. അതെന്ന് പറയുന്നത് അബ്സലോൺ ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നതിന് ക്രിച്ചോഫ് ലോ എന്ന് പറയും. ഈ ഒരു തിയറത്തിന് ഈ തെർമൽ ഇക്വിലിബ്രിയം എമിസിവിറ്റി ഈസ് ഈക്വൽ ടു അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ലോയിനെയാണ് നമ്മൾ ക്രിച്ചോഫ് ലോ എന്ന് പറയുന്നത്. ക്രിച്ചോഫ്. ഓക്കെ, അടുത്ത് C നോക്കുകയാണെങ്കിൽ അപ്പൊ ഈ പറയുന്ന B എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ കറക്റ്റ് ആണ്. C എന്ന് പറയുന്ന ഇത് എനർജി അബ്സോർബ്ഡ് ബൈ എ ബോഡി ടു ദ ടോട്ടൽ എനർജി ഫാളിംഗ് ഓൺ ഇറ്റ് ഈസ് കാൾഡ് എമിസിവിറ്റി. അപ്പൊ ഇത് തെറ്റാണ്. ഇത് നമ്മൾ ഇപ്പോൾ കണ്ടേ ഉള്ളൂ. ഇതിനെന്താ അബ്സോർപ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. അബ്സോർപ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. ടോട്ടൽ എനർജി ഫോളിംഗ് ടു എന്താണ് ടോട്ടൽ എനർജി അബ്സോർബ് ടു എന്താ ടോട്ടൽ എനർജി ഫോളിംഗ് എന്ന് പറയുന്നത് അബ്സോർപ്റ്റിവിറ്റി ആണ്, എമിസിവിറ്റി അല്ല. ആ സ്റ്റേറ്റ്മെന്റ് എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ഇൻ ഈസ് വൺ വിച്ച് എന്താ ബ്ലാക്ക് ഇൻ കളർ, അതും തെറ്റാണ്. അപ്പൊ നമ്മൾ എല്ലാ എനർജി ഫോൾ ചെയ്യുന്ന എല്ലാ എനർജി അബ്സോർവ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. എമിസിവിറ്റി ഫോർ എ ബ്ലാക്ക് ബോഡി, എമിസിവിറ്റി ഫോർ എ ബ്ലാക്ക് ബോഡി ഇത് അറിഞ്ഞിരിക്കുക. എമിസിവിറ്റി ഓഫ് ദ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ ദാറ്റ് ഈസ് 1 ആണ്. എമിസിവിറ്റി എന്ന് പറയുന്നത് MC പവർ ഓഫ് എ നോൺ ബ്ലാക്ക് ബോഡി ടു എന്താ MC പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എമിസിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എമിസിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന സിഗ്മ A T⁴ ആണ്. ദാറ്റ് ഈസ് എമിസിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. അബ്സോർപ്റ്റിവിറ്റി ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം അബ്സോർപ്റ്റിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി 1 ആണ്. അതേപോലെ എമിസിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന 1 ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അബ്സോർപ്റ്റിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി 1 ആണ്. അതേപോലെ എമിസിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നതും 1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ആൽഫ ഈസ് അബ്സോർപ്റ്റിവിറ്റി, ആൽഫ എന്ന് പറയുന്ന അബ്സോർപ്റ്റിവിറ്റി ആണ്, റോ എന്ന് പറയുന്ന റിഫ്ലക്റ്റിവിറ്റി ആണ്, ടോ എന്ന് പറയുന്ന ട്രാൻസ്മിസിവിറ്റി ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡൈ തെർമോസ് ബോഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബോഡിയാണ്. കംപ്ലീറ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബോഡി എന്ന് പറയുമ്പോൾ അവിടെ ടോ എന്ന് പറയുന്ന ട്രാൻസ്മിസിവിറ്റി എന്ന് പറയുന്ന ടോട്ടൽ റേഡിയേഷൻ ട്രാൻസ്മിറ്റഡ് ഒരു ബോഡി എടുക്കണമെങ്കിൽ ആ ബോഡി കൂടെ ടോട്ടൽ റേഡിയേഷൻ എന്താ ട്രാൻസ്മിറ്റഡ് ടു എന്താണ് ടോട്ടൽ ഇൻസിഡന്റ്. അപ്പൊ ഇൻസിഡന്റ് ഇതിൽ എന്തുമാത്രം ട്രാൻസ്മിറ്റ് ചെയ്തു അതിനെയാണ് ട്രാൻസ്മിസിവിറ്റി എന്ന് പറയുന്നത്. അത് 1 ടോ ഈസ് ഈക്വൽ ടു 1 ആവുന്ന ബോഡിയാണ് ബോഡി എന്ന് പറയുമ്പോൾ ആൽഫയും റോയും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ആൽഫ ഈക്വൽ ടു 0, റോ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ടു 1.
അപ്പോൾ നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആൽഫ പ്ലസ് റോ പ്ലസ് ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആയിരിക്കും. നമ്മൾ ഫോർ ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് റോ പ്ലസ് ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. When absorptivity alpha equal to 1, reflectivity rho is equal to 0 and transmissivity tau is equal to 0, then the body is said to be. Absorptivity 1 ആണെങ്കിൽ ആ ബോഡിയെ വിളിച്ച പേരാണ് എന്താ? ബ്ലാക്ക് ബോഡി. അബ്സോർപ്റ്റിവിറ്റി ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഈ ബോഡിനെയാണ് എന്ത് പറയുന്നത്? ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? The radiation emitted by a black body is known as. അപ്പോൾ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയും, ഫുൾ റേഡിയേഷൻ എന്നും പറയും, അതേപോലെ ടോട്ടൽ റേഡിയേഷൻ എന്ന് പറയും. അപ്പോൾ എന്ത് പറയാം? ഓൾ ഓഫ് ദീസ് എന്ന് പറയാം. എന്താ പറയാം? ഓൾ ഓഫ് ദീസ് ആൻസർ ആണ്. ഓക്കെ. ഇനി അടുത്ത് the MC power of a black body depend upon. MC power of a black body ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തായിരിക്കും? നമുക്കറിയാം ദാറ്റ് ഈസ് MC പവർ E എന്ന് പറയുന്നത് അബ്സലോൺ സിഗ്മ എ ടി റേസ് ടു 4 ആണ്. അപ്പം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ എന്താ ഫിസിക്കൽ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ, അതും കൂടെ നോക്കാം. ദ ടോട്ടൽ റേഡിയേഷൻ ഫ്രം എ ബ്ലാക്ക് ബോഡി പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ is dash fourth power of absolute temperature. This statement is known as Stefan Boltzmann's law. അപ്പോൾ സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ എന്ന് പറയുന്ന MC പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ അതേപോലെ ടെമ്പറേച്ചർ റേസ് ടു 4 എന്നാണ് പറയുന്നത്. അപ്പം MC പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, MC പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചറിന്റെ ഫോർത്ത് പവർ ആണ്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഏരിയ എന്ന് പറയുന്നത്. ഏരിയ ആൻഡ് എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ ഫോർത്ത് പവർ ഓഫ് എന്താ ടെമ്പറേച്ചർ ആണ് പറയുന്നത്. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ EB ഈക്വൽ ടു സിഗ്മ എ ടി റേസ് ടു 4 എന്ന് പറയും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതിൽ? ഈ പറയുന്ന പോലെ ഇതിന്റെ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന സിഗ്മയുടെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മയുടെ വാല്യൂ 5.67 into 10 raised to -8 watt per meter square Kelvin raised to 4. 5.67 into 10 raised to -8 watt per meter square Kelvin raised to 4. ഓക്കെ ആണോ? അടുത്ത കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ക്രിച്ചോഫ് ലോ എന്തിനാണ് പറയുന്നത്? അപ്പൊ ക്രിച്ചോഫ് ലോ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഓപ്ഷൻ സി ആണ്. ദ റേഷ്യോ ഓഫ് എന്താ MC പവർ ആൻഡ് അബ്സോർപ്റ്റിവിറ്റി പവർ ഓഫ് ദ ഹോൾ ബോഡി ഈസ് സെയിം ആൻഡ് ഈസ് ഈക്വൽ ടു എന്താ MC പവർ ഓഫ് എന്താ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് E by alpha ഈക്വൽ ടു റേഷ്യോ ഓഫ് E by alpha എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് MC പവർ ഓഫ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നതാണ് ക്രിച്ചോഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത് അക്കോർഡിംഗ് ടു സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ ദ ടോട്ടൽ റേഡിയേഷൻ ഫ്രം എ ബ്ലാക്ക് ബോഡി പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു. അപ്പൊ നമ്മൾ ഇത് പഠിച്ചിരുന്നു. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? ഫോർത്ത് പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പൊ ഈ ക്വസ്റ്റ്യനെ നമ്മൾ നോക്കിയതായിരുന്നു. ഓക്കെ ആണോ? അടുത്ത സ്റ്റെഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ്. സ്റ്റെഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് യൂണിറ്റ് നമുക്കറിയാം. ദാറ്റ് ഈസ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ റേഷ്യോ 4. അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് കൂടെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് നോക്കാം. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ടു ദ ഇക്വലന്റ് തിക്നെസ്. അപ്പൊ നമ്മൾ ഇത് ആദ്യം നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി ടു ഇക്വലന്റ് തിക്നെസ്സിനെയാണ് നമ്മൾ ഫിലിം കോഎഫിഷ്യന്റ് നമ്മൾ എന്താ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H എന്നും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് K/L. ഓക്കെ ആണോ? അടുത്ത രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എ ബോഡി വിച്ച് അബ്സോർവ് ഓൾ റേഡിയേഷൻ ഓഫ് ഓൾ വേവ് ലെങ്ത് ഫോളിങ് ഓൺ ഇറ്റ്, അതിനെയാണ് നമ്മൾ എന്താ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ആൽഫ ഈക്വൽ ടു 1, MCVT ഈക്വൽ ടു 1 എന്ന് പഠിച്ചായിരുന്നു. ഓക്കെ ആണോ? ഇനി അടുത്ത് മൂന്നാമത്തെ ഗ്രൂപ്പ് സിയിലുള്ള റേഷ്യോ ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ ദ ബോഡി ടു ടോട്ടൽ എനർജി ഫോളിങ് ഓൺ ഇറ്റ്, അതിനെയാണ് നമ്മൾ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ എന്ന് മാത്രം അബ്സോർവ് ചെയ്തു ടു ടോട്ടൽ റേഡിയേഷൻ എന്ന് മാത്രം ഫോളോ ചെയ്തു, അതിനെയാണ് അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ റേഷ്യോ ഓഫ് MC പവർ ഓഫ് എ ബോഡി ടു MC പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി, അതിനെയാണ് എന്ത് പറയുന്നത് MCVT. അപ്പം E/EB.
ഇ ബൈ ഇ ബിനെയാണ് എന്താ എം സി ടി എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് എം സി പവർ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ എം സി പവറിനെ ബ്ലാക്ക് ബോഡി ആയിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, എം സി ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മെയിൻ ആയിട്ടുള്ള എം സി ക്യു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ അകത്ത് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. കണ്ടക്ഷൻ ഉണ്ട്, അതുപോലെ കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ കണ്ടക്ഷൻ ഒബേ ചെയ്യുന്ന ലോ നമ്മൾ പറഞ്ഞ ഫൊറിയർ ലോ ആണ്. കൺവെക്ഷൻ ഒബേ ചെയ്യുന്ന ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. റേഡിയേഷൻ ഒബേ ചെയ്യുന്ന സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ ആണ്. കണ്ടക്ഷന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കെ എ ഡി ടി ബൈ ഡി എക്സ് മൈനസ്. അതേപോലെ കൺവെക്ഷന്റെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ എച്ച് എ ഡെൽറ്റ ടി ആണ്. അതുപോലെ തന്നെ റേഡിയേഷൻ നമ്മൾ നോക്കിയായിരുന്നു. എം സി പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന സിഗ്മ എ ടി റേസ് ടു 4, അല്ലെങ്കിൽ എം സി പവർ ബ്ലാക്ക് ബോഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ഫോർത്ത് പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എയിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക. അപ്പോൾ ഇത്രയാണുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.